ചെക്കിൻ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ലേഡീസ് എവിടാണ് പോകുന്നതെന്ന് പറ. ലൊക്കേഷൻ ഗോവ. ഗോവ. ഇപ്പോൾ സമയവും പറയാം, ലൊക്കേഷനും പറയണം. ഇപ്പോൾ സമയം 6:49. അനന്തപുരി FM അല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തക്കുവിനോടൊപ്പം മഹിമയോട് അല്ല, ക്യാമറമാൻ മഹിമയോടൊപ്പം ഡിഫാനിയും ടക്കുവും. സ്റ്റാർട്ടിംഗ് ദ ജേർണി. ഒന്നുകൂടെ ഈ ചിക്ക് തക്കു ചിക്ക്. യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ചിരിക്കാതിരിക്കും. നമ്മൾ വെള്ളം കൊണ്ടുപോകണം. നമ്മൾ എത്ര കുപ്പി വെള്ളം നമ്മുടെ കയ്യിൽ ഒന്ന് അപ്ഡേറ്റ്. 1 2 3 4 ഇനി ഒന്നും കൂടെ ഉണ്ട് 5. ഗോവയിൽ പോകുമ്പോഴായിട്ടും അവിടെ നിന്ന് വെള്ളം കുടിക്കില്ല. ഈ 5 കുപ്പി ക്യാരി ചെയ്ത് 3 days കുടിക്കാൻ. തീരുമ്പം ഇതീ മുള്ളൂന്നാണ് അത് സെൻസറൊന്നും ഞാൻ ചെയ്യില്ല. ഇതിപ്പോ ഞാൻ തുള്ളി കുടിക്കും, ഇതിന് മുള്ളു. എനിക്കൊന്നും മനസ്സിലായില്ല. എക്സ്ക്യൂസ് മീ, 5 മണിക്ക് അലാറം വെച്ചിട്ട് എനിക്ക് പഠിക്കാൻ പോകണം. ഐ ഓൾസോ ഹേർഡ്. ലൊക്കേഷൻ എത്തിയിരിക്കുന്നു ഗായ്സ്. നമ്മളൊരു ടാൻ അടിക്കാത്ത സ്കിൻ തിരിച്ചു പോകുമ്പോ എങ്ങനെയാണെന്ന് നോക്കാം. എന്തൊന്നും ഇല്ലാത്തത് ഇത് വ്ളോഗ്, ഫോട്ടോ ഇല്ല. ഹായ് ഗായ്സ്. ഹലോ ഗായ്സ്. ഒരു 10 മിനിറ്റിന്റെ വ്ളോഗിൽ 20 മിനിറ്റ് ഹായ് ഗായ്സ് മാത്രമേ ഉള്ളൂ. ഗായ്സ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ നേരത്തെ വരുന്നതാണ്. എന്തേലും പറ. ഇവർക്ക് തൊപ്പിയുണ്ട്, എനിക്ക് തൊപ്പിയില്ല. നമ്മളെത്തി. നമ്മളെ സാധനങ്ങളൊക്കെ സ്കൂട്ടി പിക്ക് ചെയ്യാൻ പോവുകയാണ്. അത് നമ്മൾ സ്കൂട്ടി റൈഡേഴ്സിനെ പിക്ക് ചെയ്യാൻ റൈഡേഴ്സായി നമ്മൾ. അയ്യോ, എനിക്ക് തക്കുവിന്റെ കൂടെ ഞാൻ തക്കുവിനെ പിക്ക് ചെയ്യാൻ വന്ന് പറക്കുമായിരുന്നു ആ സ്കൂട്ടി ലിറ്ററലി. സോ ലെറ്റ്സ് സീ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം ഗൈസ്. ഇതൊക്കെ നമ്മളിപ്പോ എന്ത് ചെയ്യുവാണ്? നമ്മളിപ്പോ ദത്തെടുത്തൊരു സുഹൃത്തുമായി നമ്മള് വണ്ടി റെന്റ് എടുക്കാൻ വന്നതാണ് ഗൈസ്. വണ്ടി റെന്റ് എടുക്കാൻ വന്ന് നമ്മളിപ്പോ വണ്ടി റിപ്പയറിങ് കണ്ടിരിക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ടതിന് മുടി വെട്ടിയത്. നമ്മൾ ഇനി ഡ്രസ് മാറുമ്പോൾ നമ്മൾ പിന്നെ ഇവിടെ എനിക്കൊന്നും ഈ പാട്ടായിരിക്കും കൂടുതൽ കേൾക്കുന്നത്. ഗൈസ് നമ്മളിപ്പോ എവിടെയാണ് ഗൈസ്? ഫോട്ടോ എടുത്തോ? നമ്മൾ എവിടാണ് ഗൈസ്? ദേവാൻ സർവൈവ് സൺകിസ്ഡ് ഗൈസ്. We made it guys. Yes. We made another trip made it out of the group chat. That moment has happened. We are in Goa.
തക്കു ആ ഗൈസ് നമ്മൾ സെക്കൻഡ് ഡേ ഇതിനിടെ കുറച്ച് നമ്മൾക്ക് എടുക്കാനൊന്നും പറ്റില്ല. ബിക്കോസ് നമ്മൾ ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുന്ന തിരക്കിൽ ഫോർഗോട്ട് ക്യാപ്ചർ. നമ്മളിപ്പോ അക്വാരിയ ഫോർട്ടിലാണ്. ഔട്ട്ഫിറ്റ് ഒന്നും കാണുന്നില്ല. തക്കുവിന്റെ ഔട്ട്ഫിറ്റ് ചേച്ചി പട്ടം പോലെ പറന്നു പോകുന്നത് കാണാൻ പോലും വയ്യ. സോ ഇല്ല, ഇതല്ല റോ വെർഷൻ ഓഫ് ദ വ്ളോഗ് ആണ്. ട്രിപ്പ് ആയിരിക്കും. സോ നമ്മള് ഇവിടെ ഫോർട്ട് കാണാൻ വേണ്ടി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ കരിയും എന്നുള്ള കാര്യത്തിൽ കരിഞ്ഞോണ്ടിരിക്കുവാണ്. നല്ല വെയിലുണ്ട്. ബട്ട് കുറെ വന്ന വഴി നല്ല ചൂടുണ്ട്. നമ്മൾ വന്നോണ്ടിരുന്ന സ്ഥലത്ത് കണ്ടായിരുന്ന കുറെ സ്ഥലത്ത് എത്തിയപ്പോ കുറെ മരം വന്നിട്ട് എന്ത് തണുപ്പായിരുന്നു അറിയോ. ബാക്ക് ഇരുന്നാൾ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കണമായിരുന്നു. ഇങ്ങനെ അങ്ങനെയൊക്കെ എടുത്താ കുറച്ച് കൈ മാത്രം. തക്കു ഒരുപാട് ധൂമജാലയെ പോലെ പോകുന്ന ഒരു എണ്ണമുണ്ട്. അത് ഇതിനകത്ത് ആഡ് ചെയ്ത് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഈ മൊമെന്റിൽ. അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഫോർട്ട് കാണിച്ചാൽ ഗൈസ്. നമ്മളിപ്പോ ഫോർട്ടിലെത്തി. ഫോർട്ട് ഇവിടെ കുറെ തിരക്കൊക്കെ ഉണ്ട്. നമ്മള് കാണാനൊക്കെ പോവുകയാണ്. ദിസ് ഈസ് തക്കു, ദിസ് ഈസ് ഡിഫാനി ആൻഡ് അല്ലല്ല ദിസ് ഈസ് തക്കു ആൻഡ് ഡിഫാനി റിപ്പോർട്ടിംഗ് ഫ്രം സിസ്റ്റേഴ്സ് ലവ് ഫോർ എവർ. നമ്മൾ എൻജോയ് ചെയ്തോണ്ടിരിക്കും. സച്ച് എ ഹിസ്റ്റോറിക്കൽ പ്ലേസ്. ഇപ്പൊ നമ്മള് ഫോർട്ടൊക്കെ പോയി കണ്ടു. തക്കു കുറച്ച് ഹിസ്റ്റോറിക്കലി പറയൂ 1609 അല്ല 1609 സ്റ്റാർട്ട് ചെയ്തു. 1612 ഫിനിഷ് ആയ ഫോർട്ടാണ്. ഇവിടെ റിസർവർ ആയിരുന്നു. ഇവിടെ ഇത് വരുന്ന ഷിപ്സിനൊക്കെ ഇവിടുന്ന് വെള്ളം അവർ സപ്ലൈ ചെയ്യുമായിരുന്നു അണ്ടർഗ്രൗണ്ട് പൈപ്സ് വഴി. പിന്നെ ഡ്രിങ്കിങ്ങിന് യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ ആ ഒരു റെയിൻ വാട്ടർ ആയിരുന്നു ഹാർവെസ്റ്റ് ചെയ്ത്. ആ ഒരു സിസ്റ്റം വാസ് ഒരു ഡിസ്റ്റിങ് ഫീച്ചർ ആയിരുന്നു. മോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ ചുറ്റും ഒരു MOT മോൾ ഓഫ് ട്രാവൻകൂർ അല്ല. എല്ലാവരും എനിക്ക് വേണ്ടി ചിരിക്കും. എന്റെ സബ്സ്ക്രൈബേഴ്സ് ചിരിക്കാറുണ്ട്. നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഫോർട്ടിൽ വന്ന് പാട്ടിട്ട് വിളിക്കുന്നതിനെ കുറിച്ച് ഇതാണോ വൈബ്? വൈബ്. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ്. പബ്ലിക് ന്യൂസൻസ് ആയിട്ട് കുറെ പേരുണ്ട്. പതി ഫീച്ചറാവും നമ്മള്. സമൺ ചെയ്ത് എനിക്കൊരു കൊച്ചിനെ കിട്ടി. ഫോർട്ട് എക്സ്പീരിയൻസ് വാസ് ഗുഡ്. ടിക്കറ്റ് ചാർജ് എത്രയായിരുന്നു? 25. ഫോറിനേഴ്സിന് 300. തക്കു അതുകൊണ്ട് ഫോറിൻ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വരുമ്പോൾ അവരെ പർദ്ദയിട്ട് അതായിട്ടൊന്നൊക്കെയാണ് പറയുന്നത്. സ്നീക്ക് ചെയ്ത് ഉള്ളിൽ കയറ്റും. സോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പഞ്ചിം ഓൾഡ് ടൗൺ എന്തോ ഫൗണ്ടെയിൻ ഹേസ്. അതൊരു ടൗൺ പോലെ. സൂര്യയുടെ പാട്ടുള്ളതാണെന്ന് മാത്രമേ. സൂര്യയുടെ ഏത് പാട്ടാണെന്ന് അറിയുള്ളൂ. സൂര്യയുടെ അതാണോ? കുറെ കളർഫുൾ ബിൽഡിംഗ്സ് ഉള്ളത്. വി ആർ ഗോയിങ് ടു ദാറ്റ് ലൊക്കേഷൻ ഗൈസ്. അതാണ്. നോ, അത് കണ്ടാ പോണ്ടിച്ചേരി മാതിരി ഉണ്ട്. പക്ഷെ അത് പോണ്ടിച്ചേരി അല്ല ഗൈസ്. നമ്മൾ അങ്ങോട്ടാണ്. നമ്മള് പഞ്ചിമാണ് ഗോവയുടെ. പനാജിയാണ് ഗോവയുടെ ക്യാപിറ്റൽ അല്ലേ. പഞ്ചിമിലാണ്. ഇവിടെ ഒരു ടൗൺ ഉണ്ട്, സ്ട്രീറ്റ് പോലെ. ആ പാട്ടല്ല. ഒരു ആ പാട്ടിലെ സൂര്യ കിടന്ന് ഓടിയ നമുക്ക് കരുതപ്പെടുന്നു. അങ്ങനെയാണ്. അതാണ് ഉറപ്പാണെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. കോക്കണിയല്ലേ, കോക്കണി ക്യാൻറ്റീൻ എന്ന് നമ്മൾ റാൻഡമായിട്ട് ഗൂഗിൾ ചെയ്ത് ഗോവൻ താലി കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെ ആയിരിക്കും നൈസ് സ്പോട്ടാന്ന്. അപ്പോൾ തക്കു ഫൈൻഡ് ചെയ്ത പ്ലേസാണ്. അപ്പോൾ ഞാൻ പക്ഷേ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഐ ഫെൽ ലൈക്ക് എനിക്ക് ഈ പേരറിയാവുന്നു. അപ്പം മേ ബി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണണം. ബട്ട് ഞാനത് കണ്ടത് കാര്യം മറന്നു. നമ്മള് 350 രൂപയുടെ താലിക്കൊപ്പം നമ്മളൊരു 500 രൂപയുടെ മീൻ കഴിച്ചു. ഫിഷ് താലി. മധുരമുള്ളൊരു കറി പോലത്തെ ഉണ്ടായിരുന്നു. മുളകിട്ട മീൻകറി, തേങ്ങ അരച്ച മീൻകറി, പിന്നെ ഒരു മീൻ ഫ്രൈ, റവ മുക്കി ഫ്രൈ, 2 വലിയ പീസസ്. ആൻഡ് മൈമയുടെ എതിരെ ആർമി വരുന്നുണ്ട്. 3 dogs.
കാലാണെങ്കിൽ ചിക്കൻ കാല് പോലെ ഇരിക്കുന്നത്. അപ്പൊ വളരെ നല്ല കേത്തൽസ് ചിക്കൻ പോലത്തെ കാലാണ് എനിക്ക്. കേത്തൽസ് ചിക്കൻ കുറേ ഉണ്ട്. ഓരല്ലാത്തത് വെള്ള. ഹലോ ഗായ്സ്, വഴി പോവാം. കുറച്ച് വെട്ടത്തിനാണ് കേട്ടോ, അല്ലാതെ പട്ടിയെ പേടിച്ച് തരാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. ഇഷ്ടപ്പെട്ടു. കുറേ മീനുണ്ടായിരുന്നു. അത് ആദ്യം മീൻ ഇത്രയും കിട്ടിയതിന്റെ സന്തോഷത്തിൽ കഴിച്ചു തുടങ്ങി. അറ്റ് ദി എൻഡ് മീൻ കഴിച്ച തീർന്നു. ഇത് നമ്മളെ കൂടെ വരികയാണ്. എനിക്ക് ടെൻഷൻ വരുന്നു. എന്നെ ഇപ്പൊ മീൻ കഴിച്ചോണ്ട് എന്റെ വയറ്റിൽ മീനിന്റെ മണം കാണും. അയ്യോ, ഇനി നമുക്ക് ഇപ്പുറത്തോട്ട് പോവാം. ഇത് കുറേ ഉണ്ട് ഗൈസ്. പട്ടികളാൽ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. നോട്ട് ജസ്റ്റ് വൺ ഡോഗ് ബട്ട് ആൻ ആർമി ഓഫ് ഡോഗ്സ്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അതെല്ലാം ഞങ്ങൾക്ക് കഴിച്ച് തീർക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതാണ് അതിൻ്റെ സമ്മറി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മാത്രം മീൻ ഒരു താലിയിലുണ്ടായിരുന്നു. ബട്ട് റൈസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? അച്ചാറ്, പിന്നെ കുറച്ച് കച്ചമ്പറൊക്കെ ഇട്ട് കുറേ വെജീസ്, പിന്നെ ഒരു പറന്നു പോകുന്ന കിളി, പിന്നെ പയറ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ടോയ്ലറ്റ് ആക്കിയിട്ട് എത്രയും മുമ്പേ സാധിച്ചു പോയി. അങ്ങനെ അത്ര ഉള്ളു. ഇപ്പൊ എവിടെയാണ്? നമ്മൾ ചർച്ച് കാണാൻ വരികയാണ്. ഗോവയിൽ വരുമ്പോൾ എല്ലാവരും വരുന്ന മസ്റ്റ് വിസിറ്റ് ചർച്ച്. ആൻഡ് ചർച്ചിലോട്ട് വരുന്ന വഴിയായിരുന്നു ബെസ്റ്റ്. ഇവിടെ വേറൊരു ചർച്ചുണ്ട്. പിന്നെ ഇവിടെ ഒരു 2 നല്ല മരമുണ്ട്. കാണിച്ചു തരാമേ. നമ്മൾ ചർച്ചിലോട്ട് പോവാണ് ഗൈസ്. നമ്മളിപ്പോൾ എവിടെയാണ് ഗൈസ്? ആലിയ ഭട്ട് കണ്ട വഴി ഓടിയ വഴിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. 2 ലൈൻ ഓഫ് തെങ്ങ്. എന്നിട്ട് നമ്മുടെ കേരളത്തിലും ഇതിന് മനോഹരമായിട്ടൊന്ന് കാണാം. അതെ, ഇതിന് മനോഹരമായി നമുക്ക് തെങ്ങുണ്ട്. പക്ഷെ നമ്മൾ എടുക്കുന്നില്ല. ഇങ്ങനെ ഒരു ഓടിയാൽ നമുക്കും ഇങ്ങനെ ഒരു സ്ഥലം കിട്ടും. പക്ഷേ കാലേട്ട് ഓടുന്നില്ല. മമ്മൂട്ടി ഓടിയാലും മതി. കുഞ്ഞു പറയരുത്. ശരി, എന്റെ പേഴ്സണാലിറ്റി ഒരു മാച്ചില്ല. അതെ, ഇന്നലെ വരെ ഞാൻ നോക്കും നല്ല ഔട്ട്ഫിറ്റ് ഒക്കെ ആയിരുന്നു. നൗ ചേച്ചി മാത്രമേ ഉള്ളൂ നല്ല ജെൻസി ഔട്ട്ഫിറ്റ് നടക്കുന്ന. ബാക്കി നമ്മളെല്ലാവരും എല്ലാം കഴിഞ്ഞു. ഞാനേ എല്ലാം ചെയ്തു. ഇങ്ങനെ കുറച്ച് ചെയ്തു നോക്കാം ഗൈസ്. ട്രിപ്പ് അവസാനിച്ചു. അവസാനിക്കാറായി. നൈറ്റാണ് ട്രെയിൻ. എല്ലാം കഴിഞ്ഞു. നമുക്ക് എവിടെ പോകണമെന്ന് അറിയാൻ വയ്യാതെ വഴിയോരത്ത് ഇനി നമ്മൾ എങ്ങോട്ട് പോകും? നമ്മളെല്ലാം കണ്ടുപോകാൻ. ഞാൻ ഇനി എന്തോ അയച്ചിട്ടുണ്ട് ഞാൻ ചാറ്റില്. ആ സ്ഥലത്ത് പോവാം. അതെന്തോ സ്ഥലമുണ്ട്. അപ്പം ലെറ്റ്സ് ഗോ. ഇരുട്ട് മാത്രം. നമ്മളിപ്പോ എവിടെയാണ്? ഫിസിക്കലി മെന്റലി ഞാൻ തളർന്നു. ചപ്പോര ഫോട്ടോയിലാണ്. തക്കുവിന് അമീർ ഖാൻ ചാരിയുന്ന പോലെ ചാരിയിരിക്കണം എന്നതായിരുന്നു. അപ്പൊ തക്കുവിന്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു. പൂവണിഞ്ഞപ്പോ ദിവസം നമ്മുടെ സമാപ്തിയാകുമെന്ന് തോന്നുന്നു. അയ്യോ, പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഗൈസ്. ഒരു മുട്ടക്കുന്ന്. ആ മുട്ടക്കുന്നിന്റെ മുകളിൽ കുറച്ച് ചുടുകെട്ട് വെച്ച് എന്തൊക്കെ ഫോർട്ടാണ്. ബട്ട് ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കന്റ് ആണെങ്കിലും കുറച്ച് ലൈഫ് ത്രെട്ടനിങ്. ചത്തുപോയി. എന്തോ ജർമ്മൻ.